അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു വൈറ്റ് സോസ് മാക്രോണിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അത് നമുക്ക് മാക്രോണി ആവശ്യമുണ്ട്. പിന്നെ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞു വെച്ചത്, ചപ്പ് അരിഞ്ഞു വെച്ചത്, മൈദ, ചിക്കൻ ഉപ്പും കുരുമുളക് ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചത്, വലിയ ഉള്ളി, ക്യാപ്സിക്കം, ചില്ലി ഫ്ലേക്സ്, ബട്ടർ, പിന്നെ മിൽക്കും. നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മളിത് മക്രോണി വേവിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം വെക്കണത്. അതുകൊണ്ട് തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണേ. നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് നമ്മളെ മക്രോണി കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കാം. മക്രോണി നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചതാണ് കേട്ടോ. മക്രോണി അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ. നമ്മൾ മക്രോണി കൂടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഊറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേറൊരു പാത്രം അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ഈ ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണേ. നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിൽ ഉപ്പും കുരുമുളകും തേച്ച് വെച്ചതാണ് കേട്ടോ. ഈ ബട്ടറിൽ തന്നെ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ ഇതിന്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞു വെച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിതിലേക്ക് വലിയ ഉള്ളി സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തതാണ് കേട്ടോ. അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്കിതിലേക്ക് സ്ക്വയർ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് വെച്ച് ക്യാപ്സിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. പല കളറിലുള്ള ക്യാപ്സിക്കൻ നമുക്ക് കിട്ടും. എനിക്കിവിടെ ഗ്രീൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ അത് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് എല്ലാ ക്യാപ്സിക്കനും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ മക്രോണി മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വൈറ്റ് സോസും കൂടി പ്രിപ്പയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള മൈദയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മൈദ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ബട്ടറിൽ മൈദ നന്നായിട്ട് മിക്സ് ചെയ്യണേ. കുറച്ചുകൂടെ മൈദ ആഡ് ചെയ്യട്ടെ. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ മൈദ എവിടെയും കട്ട പിടിച്ച് നിൽക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക.
അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മാക്രോണിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. മക്രോണി കട്ട പിടിച്ച് നിൽക്കാത്ത രീതിയിൽ നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണേ. ഈ വൈറ്റ് സോസ് പാസ്ത ഭയങ്കര ടേസ്റ്റാണ്, എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അല്പം ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.